യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നുവെന്നും യുദ്ധത്തിനൊരു ഇടവേള നൽകുമെന്നുമൊക്കെ കഴിഞ്ഞ ദിവസം തള്ളിമറിച്ച ഡൊണാൾഡ് ട്രംപ് 24 മണിക്കൂർ തികയും മുമ്പ് തന്നെ വലിയൊരു നീക്കം തുടങ്ങി വെച്ചിരിക്കുകയാണ്. കരയുദ്ധത്തിനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. അതിന് വേണ്ടിയിട്ട്, അതായത് US-ന്റെ സൈനികരെ മറ്റുമൊക്കെ രംഗത്തെത്തിക്കാൻ വേണ്ട ഒരു ചെറിയ ടൈം, അതിനു വേണ്ടിയിട്ടാണ് ഈ 5 ദിവസം എന്നുള്ളൊരു മുന്നറിയിപ്പ് മുൻപിൽ വെച്ചത്. 5 ദിവസത്തെ സമയം ഇറാന് നൽകുന്നു, ആ സമയം വരെ താൻ വെടിനിർത്തലാണ് എന്നൊക്കെ ട്രംപ് പറഞ്ഞത് കൂടുതൽ സൈനികരെ പേർഷ്യൻ ഗൾഫ് മേഖലയിലേക്ക് എത്തിക്കുന്നതിനായിരുന്നു. 2000-ഓളം സൈനികർ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ US മറൈൻ സേനയ്ക്ക് എത്തുന്നതിന് കുറച്ച് ദിവസം കൂടി താമസമുണ്ടാകും. അതിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് ഇത്തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്നുള്ള ഒരു സൂചന നൽകിയത്. ട്രംപിന്റെ ലക്ഷ്യം ഗാർഗെ ദ്വീപ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ ഗാർഗെ ദ്വീപ് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇറാന്റെ സാമ്പത്തിക നട്ടലാണ് ഗാർഗെ ദ്വീപ്. 90% ക്രൂഡ് ഓയിൽ ഉൽപാദനവും സംഭരണവും വിതരണവും എല്ലാം നടക്കുന്നത് ഈ ചെറിയ ദ്വീപിൽ ആണ്. കഴിഞ്ഞ ദിവസം അമേരിക്ക ഈ ദ്വീപ് ആക്രമിച്ചപ്പോഴും എണ്ണ സംഭരണശാലകൾക്കും എണ്ണ പൈപ്പുകൾക്കും കേടുപാടുകൾ വരുത്തിയിരുന്നില്ല. അതിനർത്ഥം ഈ ദ്വീപ് അമേരിക്ക പിടിച്ചെടുത്തു കഴിഞ്ഞാലും ഈ എണ്ണ ഉപയോഗപ്രദമാകണം, ഇല്ലെങ്കിൽ ഈ എണ്ണ ഉപയോഗപ്പെടുത്തണം. ഇനി നാളെ എണ്ണയുടെ ഒരു പ്രതിസന്ധി വന്നാലും ഇറാന് ഇത് നൽകിയാലും ഈ എണ്ണ പ്രതിസന്ധി മാറണമെങ്കിൽ ഇതിലെ പൈപ്പ് ലൈനുകളും എണ്ണ സംഭരണശാലകളും നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അത് അമേരിക്ക ആക്രമിച്ചിരുന്നില്ല. പക്ഷേ വ്യോമാക്രമണം കൊണ്ട് മാത്രം ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകില്ലെന്നും ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കില്ല എന്നും തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് അമേരിക്ക ഇപ്പോൾ കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നത്. ഈ അമേരിക്കയുടെ കരസേനയുടെ എലൈറ്റ് വിഭാഗം 82-ാം ഡിവിഷൻ എയർബോൺ ഡിവിഷനിലെ ഒരു കോമ്പാക്ട് ബ്രിഗേഡിനെ കൂടി ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഫോഴ്സ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയിലെ ആ ഒരു വലിയ നീക്കം, വലിയ സൈനിക നീക്കം തന്നെയാണ് നടക്കുന്നത്. അനവധി സൈനിക വ്യൂഹങ്ങളും മറ്റുമാണ് ഇപ്പോൾ അമേരിക്ക ഈ പശ്ചിമേഷ്യയിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നത്. കേവലം 5 മിനിറ്റ് മതി ഇതൊക്കെ തകർക്കാനെന്ന് ട്രംപ് പറയുന്നു. ഒപ്പം തന്നെ ഈ C-130 എന്ന് പറയുന്ന കാരിയർ വിമാനം, സാധനങ്ങളും മറ്റും കൊണ്ടുവന്ന വിമാനം, അതിൽ പാരച്യൂട്ട് സേനയെ എത്തിക്കാൻ ഒരു നീക്കം നടക്കുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ നൽകുന്നൊരു മുന്നറിയിപ്പുണ്ട്. അമേരിക്കയ്ക്ക് അത്ര എളുപ്പമാകില്ല ഇറാനിൽ കരയുദ്ധം നടക്കുന്നത് എന്ന് പറയുന്നു. 20% അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടാനോ പരിക്ക് പറ്റാനോ ഈ യുദ്ധത്തിൽ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. കാരണം ഈ മറൈൻ സൈനികർക്ക് ഒളിവിൽ ഇരുന്നു കൊണ്ട് ഈ ഗാർഗെ ദ്വീപിൽ ആക്രമണം നടത്താൻ കഴിയില്ല. അങ്ങനെയുള്ള സാഹചര്യമൊന്നും ഗാർഗെ ദ്വീപിൽ ഇല്ല എന്ന് കൂടി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായ ഫിൽ ഇൻഗ്രാം ആണ് പറയുന്നത്. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഇറാൻ യുദ്ധം അമേരിക്കയ്ക്ക് മറ്റൊരു വിയറ്റ്നാമായി മാറുമെന്നാണ്. ഇതേ ചോദ്യം തന്നെ മാധ്യമപ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് അങ്ങനെയൊന്നും സംഭവിക്കില്ല, കേവലം 5 മിനിറ്റ് കൊണ്ട് തന്നെ ഗാർഗെ ദ്വീപ് തങ്ങൾ പിടിച്ചടക്കുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് ട്രംപ് പറഞ്ഞത് അമേരിക്കയ്ക്ക് കിട്ടുന്ന വലിയ ലോട്ടറിയാണിത്, വലിയ സ്വപ്നമാണിത്, വലിയ സമ്മാനമാണിതെന്നൊക്കെയാണ് ട്രംപ് പറയുന്നത്. ഏതായാലും കരയുദ്ധത്തിന് തന്നെയാണ് നീക്കം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.